ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി, എനിക്ക് ജർമ്മനിയിൽ വന്നിട്ട് ആകെ 2 മോശം അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നത് കുഴപ്പമില്ലാത്തതായിട്ടും ഇവിടുത്തെ ആളുകൾ നല്ലതായിട്ടും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ജീവിക്കുന്ന ഒരു പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ വർക്കിന് പോയിട്ടാണെന്നുണ്ടെങ്കിലും ആരും എന്നോടൊരു വംശീയപരമായിട്ട് പെരുമാറുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ഒരാളോ 2 പേരോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ഒരു കൂട്ടം ആളുകളെ മുഴുവനും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ പോണത് എനിക്കുണ്ടായ ആദ്യത്തെ ഒരു മോശാനുഭവം എന്താണെന്നാണ്. കാരണം നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും ഇവിടെ വന്ന് പുതിയതായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കുറേ നാളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മോശാനുഭവം എന്തായിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ പതറിപ്പോകുമല്ലേ. അപ്പം എനിക്ക് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ശരിക്കും ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്ത്. ജർമ്മൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അപ്പം ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പോയി പറയാൻ പറ്റുന്ന ഫാമിലി പോലത്തെ ആളുകളൊക്കെ എനിക്കിവിടെ ഉണ്ട്. അത് കാരണം ഞാൻ ശരിക്കും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതുപോലെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് ഒരു മുൻധാരണയോടുകൂടി വരുന്നതും നല്ലതായിരിക്കും. ആദ്യമേ ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടുത്തെ ഒരു റൂളിനെ കുറിച്ചാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഹെ സൈറ്റ് എന്ന് പറയും. അതിന് ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചാൽ ക്വയറ്റ് അവേഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ നിശബ്ദരായിരിക്കേണ്ട സമയം. നിശബ്ദരായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാണ്ട് ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാണ്ട് ഇങ്ങനെ പമ്മി പമ്മി നടന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളൊരു പരിധി കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ എന്താ ചെയ്യുക, നമ്മൾ വീക്ക് ഡേയ്സ് മുഴുവനും ജോലി ചെയ്തിട്ട് ഇപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ ശനി വരെ നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മുടെ എല്ലാ പരിപാടികളും വെക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി വെക്കുന്നത് എല്ലാം ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും സൺഡേസിൽ നമ്മൾ പാർട്ടി നടത്താനായിരിക്കും. പക്ഷെ ആ ഒരു ഇതിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. ശരിക്കും ജർമ്മനിയിലെ ഗ്രൂണ്ട് ഗെസറ്റ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ബേസിക് ലോ ആണ് റൂഹെ സൈറ്റ് എന്നുള്ളത്. ഈ റൂഹെ സൈറ്റിൽ നമ്മൾ ഒരു പരിധി വിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ നിൽക്കുന്നതല്ലാത്ത അതിൽ കൂടുതലുള്ള സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കൺട്രി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം ഈ ഒരു ലോ കൊണ്ടുവന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച എല്ലാവർക്കും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു കൺസെപ്റ്റ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊന്നും അറിയാതെ പുതിയതായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഞായറാഴ്ച എല്ലാ പരിപാടി നടത്താനും അടിച്ചു പൊളിക്കാനൊക്കെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങളും പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ സൺഡേസിൽ നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കടകളും അവധിയായിരിക്കും, അതുപോലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവത്തില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന്. അതിൻ്റെ ഒക്കെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് ഈ റൂഹെ സൈറ്റ് ആണ്. അപ്പം ഈ സൺഡേ സമയത്ത് നിങ്ങൾക്ക് വാക്യൂം ക്ലീനർ യൂസ് ചെയ്യാം, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗാർഡനൊക്കെ ഈ പുല്ലൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ മറ്റേ ഇങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്തില്ല, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നിങ്ങൾക്ക് കോർട്ടിൽ വരെ കയറേണ്ടി വരും ചിലപ്പം. ഈ റൂഹെ സൈറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ പിറ്റേ ദിവസം 6 മണി 7 മണി വരെയും എല്ലാ സൺഡേസുമാണ് ഈ റൂഹെ സൈറ്റ് വരുന്നത്. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്ഥലത്ത് 6 മണി വരെ ഉള്ളൂ റൂഹെ സൈറ്റ്, ചില സ്ഥലത്ത് 7 മണി വരെ റൂഹെ സൈറ്റ് ആണ്. പിന്നെ ചില സ്ഥലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഞ്ച് ടൈമില്ലേ, ലഞ്ച് ബ്രേക്കിന്റെ സമയമില്ലേ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഇത് ഗവൺമെന്റിന്റെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വീടുകളാണ്. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറ്റാഹ് റൂഹെ എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെ നമ്മൾ ഈ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. വെച്ചാൽ ഒത്തിരി സൗണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെയും നമുക്ക് ഇങ്ങനത്തെ സൗണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം അത് നിൽക്കുന്ന ഓരോ സ്ഥലത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി ലീഗലി നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ 50 ഡെസിബൽ വരെയുള്ള സൗണ്ട് ഓക്കെയാണ്. അതിന് മുകളിലുള്ള സൗണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വരുന്നത്. ഈ റൂഹെ സൈറ്റ് സമയത്ത് നമ്മൾ വാക്വം ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോലെ ഗാർഡൻ അങ്ങനത്തെ ഒച്ച കേട്ടിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ പാടില്ല. ഹാമറിങ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു ചിലവരുടെ കയ്യിലൊക്കെ ഒരു മെഷീൻ ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭയങ്കര കാറ്റ് വീശിപ്പിച്ച് ഇലകളൊക്കെ പറന്നു പോകുന്ന കൂട്ട്, അപ്പം അതിനൊക്കെ ഭയങ്കര സൗണ്ടല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യാൻ പാടില്ല. അതുപോലെ അങ്ങനെ വലിയ സൗണ്ട് വരുന്ന ഒരു കാര്യങ്ങളും പാർട്ടി ചെയ്യാൻ പാടില്ല. ഒരുപാട് സൗണ്ടിൽ സ്പീക്കർ വെച്ച് നമ്മൾ TV അല്ലെങ്കിൽ അങ്ങനെ മ്യൂസിക് അങ്ങനെ ഒന്നും പാടില്ല. നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ അവർ വന്ന് ഡയറക്റ്റായിട്ട് പറയും. അത് ഒരു പരിധി കൂടുതൽ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഇഗ്നോർ ചെയ്ത് കളയും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ഡയറക്റ്റ് വന്ന് പറയും. എന്നിട്ട് നമ്മളത് പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് പോലീസിനെ വിളിക്കും. ഇങ്ങനൊരു പ്രശ്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ പോലെ അവർക്ക് പോലീസിനെ വിളിക്കാം. പോലീസ് വന്ന് നോക്കും. അവരെ ചുമ്മാ കയറി വരത്തില്ല, അവർ വന്ന് നിരീക്ഷിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ചിലയിടത്ത് സൗണ്ടൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പോലീസ് വന്ന് നിരീക്ഷിക്കുന്നത്. പോലീസ് വരും, നിരീക്ഷിക്കും. എന്നിട്ട് അത് 50 ഡെസിബിളിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് 1000-2000 യൂറോസ് വരെ ഫൈൻ കിട്ടാൻ പറ്റുന്ന ഒരു കുറ്റമാണത്. അവർക്കതിന് അതോറിറ്റി ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് റൂവേഡ് സൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ റൂവേഡ് സൈറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രശ്നത്തിൽപ്പെട്ടത് ഈ ജർമ്മനിയിൽ. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഒരു വേഗയിൽ വോൺ ഗെമൈൻഷാഫ്റ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഒരു 4 ബെഡ്റൂമുള്ളൊരു വീടായിരുന്നു. ആ വീട്ടിൽ ഒരു ബെഡ്റൂമിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമൊക്കെ ആയി കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ ഒരു വീടെടുക്കുവാണ്. ഞാൻ വീടെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി. അപ്പം നമുക്ക് വൈഫൈ കണക്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ പഴയ താമസിക്കുന്ന വേഗയിൽ എനിക്കൊരു വൈഫൈ ഉണ്ടായിരുന്നു. ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഈ വീട്ടിൽ വന്നു. ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ തലേ ദിവസം ഈ വൈഫൈയുടെ ഒരു സാധനം കിട്ടും. അപ്പോൾ ആ സാധനം ഞാൻ ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതിന് റെഡ് ലൈറ്റ് ആണ് ഒരു 24 അവേഴ്സിനുണ്ടാവും. അപ്പോൾ ഗ്രീൻ ലൈറ്റ് ആയാലാണ് എനിക്ക് വൈഫൈ നെറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഗ്രീൻ ലൈറ്റ് ആയതിനു ശേഷം വേണം എനിക്ക് ഇങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഗ്രീൻ ലൈറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ദിവസം എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ ഷൂസ് ഊരിയിട്ട് ഞാൻ പോയി നോക്കുവാണ് ഇത്. പക്ഷെ ഞാൻ അന്നേരം ഒരു സൗണ്ടും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് നടന്നിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഷൂസ് ഊരിയിട്ടിട്ടാണ് ഞാൻ നടക്കണേ. അപ്പം ഞാൻ നടന്നു. എൻ്റെ വൈഫൈ ഇരിക്കുന്ന റൂമിൻ്റെ താഴെയായിട്ട് എനിക്കൊരു നെയ്ബർ കിടന്നുറങ്ങുന്നുണ്ട്. ഈ നെയ്ബർ ആണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു. ആ ആള് ഇവിടെ വന്ന് എനിക്ക് ഡോറിൽ മുട്ടിയപ്പോൾ ഞാൻ വാതിൽ തുറന്നു കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു, നീ ഇപ്പം ഇവിടുന്ന് പോകണം, നീ എൻ്റെ റൂവേഡ് സൈറ്റ് പ്രശ്നമാക്കി, നീ ഇപ്പം ഇവിടുന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അന്ന് അറിയത്തില്ല. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ പേടിച്ചു. പോലീസിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട്, ഞാൻ എന്തോ കുറ്റം ചെയ്തെന്ന് ഓർത്തിട്ട് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്നാന്ന് ഓർക്കണേ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവുകയാണ് എൻ്റെ പഴയ വീട്ടിലേക്ക്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എനിക്കതിനെ പേടിയായി. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്കറിയാവുന്ന ആളുകളോടൊക്കെ ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ട് റൂവേഡ് സൈറ്റിനെ കുറിച്ച് കേൾക്കണത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാ ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ എനിക്ക് പറഞ്ഞൊക്കെ തന്നു. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു 50 ഡെസിബിളിൽ കൂടുതൽ ഞാൻ നടന്ന സൗണ്ട് വരത്തില്ലല്ലോ. അതിനുശേഷം ഞാൻ ഈ വീട്ടിലേക്ക് താമസം മാറി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി ഒരു ദിവസം എന്നെ കാണാൻ വന്നു. അപ്പോൾ കാണാൻ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്കൊരു കോൾ വന്നു. അപ്പോൾ അവൾ ഈ വൈഫൈ വെച്ചേക്കുന്ന റൂമിലേക്ക് ഒരു ചെയർ എടുത്തിട്ട് ഇരിക്കുവാണ്. പിറ്റേ ദിവസം ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾ എന്നെ വിളിക്കുവാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളമാണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിക്കും അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ ഓർത്തു ഇനിയിപ്പം ഡോറ് അവൾ അടച്ചത് ഇച്ചിരി സൗണ്ടിൽ അടച്ചായിരുന്നു, ഇനി അതായിരിക്കും പ്രശ്നമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഡോറ് സൗണ്ടിൽ അടച്ചായിരുന്നു, ഇനി അതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു പ്രഷർ കുക്കർ ജീവിക്കുന്ന പോലെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. വെച്ചാൽ നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാനിങ്ങനെ പയ്യെ പമ്മി പോകുന്നു, അങ്ങനെ എന്ത് പയ്യെ സൗണ്ട് ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെയായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് കൊറോണയായിട്ട് ഞാൻ സിക്കായിരുന്നു. അപ്പം എനിക്ക് ഈ രാത്രി ചുമ വരുന്നത് കൊണ്ട് എനിക്ക് ചൂടുവെള്ളം കുടിക്കണം. ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു 6:45 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വെള്ളം തിളപ്പിക്കുന്ന ഒരു കെറ്റിലുണ്ട്. അപ്പോൾ ആ കെറ്റിൽ ഞാൻ ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ നിന്ന് അമ്മച്ചി ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ മുട്ടുവാണ്. അപ്പോൾ എനിക്ക് കേൾക്കാൻ മുട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ ആളാണ് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ, എനിക്ക് എൻ്റെ വീട്ടിൽ വെള്ളം തിളപ്പിക്കണ്ടേ. ഞാനത് പിന്നെ കാര്യമാക്കില്ല, ഞാനത് ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്തത്. അത് ഇനി ഒരു പ്രാവശ്യം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ആൾക്ക് ഇവിടെ റെഡ് ക്രോസിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് 3 മണി വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ വീടിൻ്റെ നിയമം വെച്ചിട്ട് ഇവിടെ 1 മണി തൊട്ട് 3 മണി വരെയുള്ള സമയം റൂഹേ സൈറ്റാണ്. അപ്പം 3 മണി വരെ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊരു 3:30. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ വാക്വം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചി കയറി വന്നു കഴിഞ്ഞിട്ട് വാതിലെ മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, നീ ഇത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇവിടെ റൂവേഡ് സൈറ്റ് ഉണ്ട്, എനിക്ക് സമാധാനമില്ല, നീ പോയില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാളായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും, നിനക്ക് വിളിക്കണമെങ്കിൽ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാതിലങ്ങ് അടച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് പോലീസിനെ വിളിക്കണം. ഞാൻ പോലീസിനെ വിളിച്ചിട്ട് എനിക്ക് അറിയില്ല, ഉറപ്പില്ല. അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി, ഇതിൽ ഞാനിതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു.
അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, തെറ്റൊന്നും ഇല്ല, കുഴപ്പമില്ല, അതിനൊന്നും ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ഈ വീടിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ആൾ, അന്ന് വിളിച്ച ആൾ എന്നെ പിന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്താ നീ റൂമിൽ ചുമ്മാ നടക്കുമ്പോൾ ഷൂസ് ഇട്ടാണോ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഞാൻ സോക്സ് ഇട്ടാണ്, അന്ന് ഭയങ്കര വിൻ്ററാണ്. അപ്പം അവന് ഇല്ല, സോക്സ് ഇട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ താഴത്തെ ആൾ നിന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ ഓണറായിട്ടുള്ള ഒരാൾ ഈ അമ്മച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് അമ്മച്ചി സംസാരിക്കാൻ തയ്യാറല്ല. ചുമ്മാ കുറ്റം പറയുന്ന പോലെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്ന് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നൊന്നുള്ള ഒരു ആഗ്രഹം ഈ അമ്മച്ചിക്കില്ല. ചുമ്മാ പരാതി പറയുക, പ്രശ്നം ഉണ്ടാക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ അതാട്ടോ അവസാനത്തെ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞൊരു ദിവസം ഞാൻ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നേക്കാം. അപ്പോൾ സമയം 9:30 ആവുന്നു. അപ്പം ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് എടുത്ത സമയത്ത് ആ പ്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ ചടിപ്പോയി. നമ്മൾ ആരെങ്കിലും ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ പ്ലേറ്റ് താഴെ വീഴിക്കണമെന്ന് എനിക്ക് വല്ല ആഗ്രഹമുണ്ട്. ഈ താഴെ വീണ് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞില്ല അമ്മച്ചി മോളി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്താ കാണിക്കുന്നത്, എനിക്ക് ഉറങ്ങണം, അത് ഇതെന്നൊക്കെ പറഞ്ഞു കുറേ എന്നോട് പറഞ്ഞു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാനും മാന്യമായിട്ടല്ല കേട്ടോ ഞാനും അവരോട് പെരുമാറിയത്. ഞാനും ദേഷ്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വീടാണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും, റൂയൽ സൈറ്റ് ആയിട്ടില്ല, കംപ്ലയിൻറ്റ് ചെയ്തോളാം പറഞ്ഞ് ഞാൻ വാതിലങ്ങ് അടച്ചു. അപ്പോൾ അങ്ങനെ വാതിലൊന്നും അടച്ചത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു തെളിവിന് വേണ്ടിയിട്ട്, അപ്പോൾ അത് 9-10 മണി ആയിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ അപ്പം തന്നെ എന്നോട് അന്ന് വിളിച്ച് സംസാരിച്ച ആൾക്ക് ഞാൻ മെയിൽ അയച്ചു, കാരണം എനിക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പോലീസിൽ നിന്ന് എനിക്കും എൻ്റെ പേരിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലും നോട്ടീസ് വരുവാണ്. ലെയിം ബെലേസ്റ്റിഗും എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ചെവി കൊണ്ട് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതൽ സൗണ്ട് കേട്ട് നമുക്കത് ഇൻജൂറിയസ് ആയിട്ട് വരുന്നതാണ് ഈ ലെയിം ബെലേസ്റ്റിഗും എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനൊരു സംഭവം എന്നും പറഞ്ഞാൽ, അപ്പം ഞാനാണെങ്കിൽ എന്ത് ലെയിം ബെലേസ്റ്റിക്, ഞങ്ങളിവിടെ ഒരു റിനോവേഷൻ വർക്കും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല, ഒരു പാർട്ടി നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഇത്ര സൗണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പേടിയായിപ്പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇൻചാർജിനെ വിളിച്ചു, പക്ഷെ അവർ ലീവിലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തും പിന്നെ എനിക്ക് ഫാമിലി പോലത്തെ ആളുകളൊക്കെ ഉണ്ട്, അവരുടെ അടുത്തൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അത് നിനക്ക് എന്ത് വേണേൽ ചെയ്യാം. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് കേസ് ഇങ്ങനെ ഒരു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മസ്റ്റായിട്ട് അവരോട് റിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് വക്കീലിനെയും കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ ചെല്ലാം. ഇവരിത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു നോട്ടീസ് നമുക്ക് അയച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഈ നോട്ടീസൊക്കെ ആയിട്ട് ഇവിടുത്തെ ഇൻചാർജിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ആ പോലീസുകാർ ഇവരെയും വിളിച്ചായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞത് നോർമൽ ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അമ്മച്ചി ആ സൊല്യൂഷൻ ഇപ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾ എന്താ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത്, അമ്മച്ചിക്ക് അങ്ങനെയൊന്നും വേണ്ട. അതിനുശേഷം പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം. അപ്പോൾ പോലീസ് അവരെ വിളിച്ചിട്ട് അവർ ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തന്നു. അപ്പം ശരിക്കും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഞാൻ എൻ്റെ നാട്ടിൽ പോലും, ഞാൻ കേരളത്തിൽ പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പക്ഷേ ഇവിടുത്തെ ആളുകളൊക്കെ കേട്ടോ ഭയങ്കര ടോപ്പാണ്. എന്ന് വെച്ചാൽ എത്ര മാന്യമായിട്ടാണെന്നോ നമ്മളോട് ഇടപെടുന്നതൊക്കെ, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ അമ്മച്ചടി ജർമ്മൻകാർക്കൊരു സ്വഭാവമുണ്ട്, അവർക്കാണെങ്കിൽ അവരിങ്ങനെ ഒരുപാട് എഴുതി വെക്കും, ഒത്തിരി അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അതുപോലെ അമ്മച്ചിയുടെ ഒരു പേപ്പറുണ്ട്, അമ്മച്ചിയുടെ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചേക്കാം, ഇന്ന ഡേറ്റിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ലെയിം ബെലേസ്റ്റിഗും, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ലെയിം ബെലേസ്റ്റിഗും, അങ്ങനെ എഴുതി വെച്ചേക്കാം. എന്ന് വെച്ചാൽ ഞാനിവിടെ ചുമ്മാ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പോലെ, അത് കണ്ടാൽ പോലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ആൾക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും അമ്മച്ചിനെ കൊണ്ട് മടുത്തു, ഞാനും മടുത്തു, അപ്പുറത്ത് ഈ ഇതിൻ്റെ ആൾക്കാരും മടുത്തു, പോലീസുകാരും മടുത്തു. കാരണം പോലീസുകാർ പറഞ്ഞു നോർമലി ഇങ്ങനെ വിളി വരുന്നതല്ല, ഇത് പരിധി കൂടുതൽ വിളി വന്നതുകൊണ്ട് അവർ ഞങ്ങളെ വിളിപ്പിച്ചതാണ് എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അപ്പം അതിനൊരു സൊല്യൂഷൻ ആവുമല്ലോ, അങ്ങനെ വിളിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു, അവരവരുടെ എല്ലാം ഡോക്യുമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അമ്മച്ചി പറഞ്ഞ സമയത്ത് പല സമയത്തും ഞങ്ങൾ വീട്ടിൽ പോലും ഇല്ലാത്ത സമയമാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ ഡ്യൂട്ടിയിലുള്ള സമയത്ത് നമുക്ക് ഡ്യൂട്ടി പ്ലാൻ നോക്കി അറിയാലോ. ആ സമയത്ത് ചില സമയത്ത് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അതുപോലെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ 9 യൂറോയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്ന സമയം, അപ്പോൾ ഞങ്ങൾ കൂടുതലും പുറത്തായിരുന്നു, പക്ഷേ എപ്പോഴും കറങ്ങാൻ പോകുമായിരുന്നു. അപ്പം ഈ നമുക്ക് ഗൂഗിൾ മെമ്മറി ഒക്കെ വരുമല്ലോ, അപ്പം ഇങ്ങനെ ഫോട്ടോ നോക്കുമ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ സമയത്ത് ഞങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുത്തു. ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ല, ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു. ചില സമയത്ത് ഞങ്ങൾ അനിയത്തിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അന്നേരമൊക്കെ അമ്മച്ചി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലെയിം ബെലേസ്റ്റിഗും കാണുന്നത്. അപ്പം ആൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പ്രശ്നത്തിനൊന്നും പോയൊന്നുമില്ല. അപ്പോൾ അവർ ചോദിച്ചു ഇപ്പോൾ ഔട്ട്ലാൻഡേഴ്സിന് എന്ന് വെച്ചാൽ നമ്മൾ ഫോറിനേഴ്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എതിരായിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യമേ തോന്നിയായിരുന്നു പുള്ളിക്കാരത്ത് നോർമലായിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ ഒരു സുഖമില്ലാത്ത ആൾക്കെതിരെ നമ്മളിങ്ങനെ പ്രശ്നത്തിന് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വെക്കണമെന്നില്ല, എനിക്ക് ഇതിൻ്റെ പുറകെ ഇങ്ങനെ പോകാൻ പറ്റത്തില്ല, അപ്പം അതിൽ നിന്നൊന്നും ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു.
പിന്നെ ആ അമ്മച്ചി ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഉണ്ടായത്. അമ്മച്ചി ഇവിടെ നിന്നില്ല. പിന്നെ അമ്മച്ചിക്ക് അവരുടെ ഭാഗത്തുനിന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. കാരണം അവർക്കും പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു അമ്മച്ചിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മച്ചി ഇവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതിൽ നിന്ന് ഫ്രീ ആക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പറും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റൂള് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു റൂളുണ്ട്, അത് പാലിക്കപ്പെടേണ്ട ഒരു റൂളാണ്. ഒരു പരിധി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫൈനും കാര്യങ്ങളും കിട്ടാൻ പാകത്തിനുള്ളൊരു സംഭവമാണിത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇൻഷുറൻസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, നമുക്ക് വക്കീലിനെ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നിയമ നടപടികൾക്കൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പം ഞങ്ങളുടെ ആ ഒരു കേസ് വക്കീലിൻ്റെ രീതിക്ക് പോയായിരുന്നെങ്കിൽ, അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് ആകുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇത് എപ്പോഴും വരുന്നൊരു കാര്യമൊന്നുമല്ല. ചിലപ്പം ലൈഫിൽ ഒരു പ്രാവശ്യമായിരിക്കും വരുന്നത്, നമുക്കറിയില്ലല്ലോ. നമുക്ക് ഇപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു കാര്യമാണ് എനിക്ക് മോശമായിട്ട് അനുഭവം. പക്ഷേ അമ്മച്ചിയെ ഞാൻ ഇതായിട്ട് പറയത്തില്ല, കാരണം അമ്മച്ചിക്ക് സുഖമില്ലായിരുന്നു. എന്ന് വെച്ചാൽ മാനസികമായിട്ട് സുഖമില്ലാത്തൊരു അമ്മച്ചിയായിരുന്നാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. കാരണം നോർമലായിട്ടുള്ളൊരു മനുഷ്യന് അങ്ങനെയൊന്നും ചിന്തിക്കാനും നമ്മളിവിടെ ആളില്ലാത്ത സമയത്ത് സൗണ്ട് കേൾക്കാനൊന്നും നോർമലല്ലല്ലോ. അപ്പം അത് കാരണം അങ്ങനെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോർമലി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. ഇതൊന്നും ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ 1-2 ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നോർമൽ കാര്യങ്ങളല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതിനെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.